നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനവിടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞാൻ ഫാൻറ്റാസ്റ്റിക് ഫോർ കണ്ട എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഫാൻറ്റാസ്റ്റിക് ഫോർ ഞാൻ കണ്ടത് ഐമാക്സിലാണ്. അപ്പോൾ ഐമാക്സിൽ ഈ സിനിമ എൻ്റെ റൺ ടൈം 1.90 ആണ്. അത് ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീൻ ആണ്. ഒരു 4 മിനിറ്റ് ഫ്ലാഷ് ബാക്ക് ഉണ്ട്, 4-5 മിനിറ്റ്. അതൊഴിച്ച് ഓൾമോസ്റ്റ് മുഴുവൻ നേരം സിനിമ ഫുൾ സ്ക്രീനാണ്. ഐമാക്സ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ സിനിപോളിസ് കൊച്ചി ഐമാക്സിലാണ് ഞാൻ കണ്ടത്. ആക്ച്വലി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിപോളിസ് ഐമാക്സിൽ എപ്പോഴും ഈ ലെവലിൽ സൗണ്ട് കിട്ടാറില്ല. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐമാക്സ് ബേസും എല്ലാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് ഞാൻ കണ്ടത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 3D കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് ഇത്തിരി ഡാർക്ക് കളർ പാലറ്റാണ്. 3D ഡെപ്ത് നല്ലതായിരുന്നു. പക്ഷേ സിനിമയ്ക്കകത്ത് ഔട്ട് ഓഫ് സ്ക്രീൻ 3D ഒന്നുമില്ല. പക്ഷേ ഞാൻ 3D എൻജോയ് ചെയ്തിരുന്നു. ഇനി എല്ലാവർക്കും എത്രമാത്രം ബ്രൈറ്റ്നസിൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, PXL ആക്ച്വലി ഇതിനേക്കാളും ബ്രൈറ്റ്നസ് കൂടുതലാണ് ഐമാക്സിനേക്കാളും. ബട്ട് സ്റ്റിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ സിനിമയുടെ പിക്ചർ ക്വാളിറ്റി 3Dയിൽ കമ്പയർ ചെയ്യുമ്പോൾ വാർണർ ബ്രദേഴ്സ് ഇറക്കുന്ന സിനിമകൾ 3D ഇറങ്ങും. രണ്ടും 2K ഒക്കെ തന്നെയാണ്. ഒബിയസ്ലി അപ്സ്കെയിൽഡ് 2K ആണ്. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വെച്ചാൽ വാൾട്ട് ഡിസ്നിയുടെ അല്ലെങ്കിൽ മാർവലിൻ്റെ സിനിമകൾക്ക് എപ്പോഴും ക്ലാരിറ്റി കുറവാണ്, ഷാർപ്നെസ് കുറവാണ്. കമ്പയർഡ് ടു വാർണർ ബ്രദേഴ്സിൻ്റെ ഒക്കെ 3D വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷാർപ്നെസ് കുറയില്ല. യൂണിവേഴ്സിലേക്ക് കമ്പയർ ആണെങ്കിൽ ഷാർപ്നെസ് കുറവാണ്. ഇത് പുതിയ അല്ല, ചില സിനിമക്ക് ഭയങ്കര ഷാർപ്നെസ് വരും. ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ഇതിനേക്കാളും മോശമായിരുന്നു ഷാർപ്നെസ്. പക്ഷേ ഇത് അങ്ങനെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഷാർപ്നെസ് കുറവായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഐമാക്സിൽ വേണ്ടി തന്നെയുള്ള സിനിമയാണത്. ഫിലിം ഫ്ലോർ ഐമാക്സ് ആണ്. അപ്പോൾ മുഴുവൻ നേരം ഫുൾ സ്ക്രീൻ കാണാന്നുള്ള അഡ്വാൻറ്റേജ് ഞാനത് എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു സെപ്റ്റംബർ 26 വരെ ഈ സിനിമ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് റിലീസ്, അതായത് ഫുൾ സ്ക്രീൻ കാണാൻ പറ്റുന്ന സിനിമ എന്ന് പറയുന്നത് സെപ്റ്റംബർ 26 ഇറങ്ങുന്ന ലിയോണാർഡോ ഡികാപ്രിയോയുടെ പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ സിനിമ കഴിഞ്ഞ് ഇനി ഐമാക്സിൽ ഫുൾ സ്ക്രീൻ കാണുന്ന സിനിമകൾ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 2 മാസത്തേക്ക് ഐമാക്സിന് വരണ്ട. അതുകൊണ്ട് വേണമെങ്കിൽ കാണുക എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി സിനിമയിലേക്ക് വരാം. സിനിമയുടെ മെയിൻ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. സോറി ഫോർ ദാറ്റ് അൺഇൻറ്റൻഡ് ജോക്ക്. ഈ സിനിമ കണ്ട് അവസാനിച്ചപ്പോൾ എനിക്ക് ആക്ച്വലി അതാണ് ഈ സിനിമയിൽ എനിക്ക് മനസ്സിലായത്. ബട്ട് ജോക്സ് അസൈഡ്, എനിക്ക് സിനിമ ആക്ച്വലി പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര രസമാണ് ഈ സിനിമ കാണാൻ. അതായത് ഒരു ഫുൾ നേരം ഫൈറ്റ്സ് ഉള്ള ഒരു ആക്ഷൻ സിനിമയോ അങ്ങനെയുള്ള സൂപ്പർ ഹീറോ സിനിമയൊന്നും അല്ല. കൂടുതലും ഇവർ ഇമോഷൻസിനും ഇവരുടെ ഫാമിലിയും ഇതിനുമെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ ആദ്യം പറയുകയാണ്, എനിക്ക് ഫാൻറ്റാസ്റ്റിക് ഫോറിനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ടൊന്നും അറിയില്ല. ഞാൻ കോമിക്സ് ഇതിൻ്റെ 2-3 കോമിക്സ് വായിച്ചില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഈ ഫാൻറ്റാസ്റ്റിക് ഫോർ. ഈ സിൽവർ സർഫറിനെ കുറിച്ചാണെങ്കിൽ 2 കോമിക്സ് ഞാൻ വായിച്ചിട്ടുള്ളൂ. ആ 2 കോമിക്സും എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടി മെച്യൂർ ഓഡിയൻസിനുള്ള കോമിക്സാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അന്ന് വായിച്ചപ്പോൾ. അതുകൊണ്ട് അതും ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ 3 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അതായത് എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ സിനിമ സൂപ്പർ ഹീറോ ആയിട്ട് സിനിമകൾ കാണുമ്പോഴുള്ള ഒരു ഭാഗമായിരുന്നു ഈ ഫാൻറ്റാസ്റ്റിക് ഫോർ 1ഉം 2ഉം. പിന്നെ അവസാനം ഇറങ്ങിയ ഭയങ്കര ഏറ്റവും മോശമായ ഫാൻറ്റാസ്റ്റിക് ഫോറും. ഇതിൽ ആദ്യത്തെ ഫാൻറ്റാസ്റ്റിക് ഫോർ 1ഉം 2ഉം നല്ലതാണെന്ന് വെച്ചാൽ അതിലെനിക്ക് ബെൻ ഗ്രിം, അതായത് മറ്റേ കല്ല് മനുഷ്യൻ, പുള്ളീൻ്റെ ക്യാരക്ടർ അതിൽ കുറേ കൂടി ഡെവലപ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ കുറേ കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒബിയസ്ലി ഒറിജിനൽ സ്റ്റോറി ആയതുകൊണ്ട് അതിനെക്കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ അതിൽ ഗലാക്ടസ് ഭയങ്കര മോശമായിരുന്നു സെക്കൻഡ് പാർട്ടിൽ. സിൽവർ സർഫർ ഓക്കെ ആയിരുന്നു. ഭയങ്കര ചീസി ആയിട്ടുള്ള സിനിമയായിരുന്നു അത്. ഞാനത് ഭയങ്കര ഇഷ്ടമല്ലെന്ന് ഒരിക്കലും പറയില്ല, കാരണം ആ സമയത്ത് എനിക്ക് ആ സിനിമ ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ടോ വെച്ചാൽ ഞാൻ ഒരുപാട് നാളായിട്ട് സിനിമ കണ്ടിട്ടില്ല. പക്ഷേ ഈ അവസാനമായിട്ട് ഡെഡ്പൂൾ ഇറങ്ങിയപ്പോൾ അതിൽ ക്രിസ് ഇവാൻസിനെ കാണിച്ചപ്പോൾ ആ ക്യാരക്ടർ, അതായത് നമ്മുടെ ക്യാരക്ടറിനെ കാണിച്ചപ്പോൾ ഹ്യൂമൻ ടോർച്ച് ക്യാരക്ടറിനെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ നൊസ്റ്റാൾജിയ കോറായിരുന്നു എനിക്കത്. എനിക്കറിയില്ല ഡെഡ്പൂൾ അതുണ്ടാവുന്നു. കഴിഞ്ഞ കൊല്ലത് കാണിച്ചപ്പോൾ ആ സിനിമയിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ആ 20th സെഞ്ച്വറി ഫോക്സിലെ എല്ലാ സൂപ്പർ ഹീറോസിനെ ഒരുപാട് നാളെ പണ്ട് തിയേറ്ററിൽ പോയും DVD ഇട്ടും അങ്ങനെ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു നൊസ്റ്റാൾജിയ എനിക്ക് ഡെഡ്പൂൾ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഫാൻറ്റാസ്റ്റിക് ഫോറിനോട് എനിക്ക് വലിയ താല്പര്യമോ അല്ലെങ്കിൽ എനിക്കറിയില്ല ഈ ക്യാരക്ടേഴ്സ് കുറിച്ച്. മോസ്റ്റ്ലി അവസാനം ഫാൻറ്റാസ്റ്റിക് ഫോർ വളരെ മോശമായിരുന്നു. സ്റ്റുഡിയോ മെഡിൽ ചെയ്തൊരു കുളമാക്കിയൊരു സിനിമയായിരുന്നു അത്. അതൊരു സീരിയസ് നോട്ട് എടുക്കാൻ നോക്കിയൊരു സിനിമയായിരുന്നു. ഒബിയസ്ലി സ്റ്റുഡിയോന് താല്പര്യം ഉണ്ടായില്ല, അവസാനം അത് കുളമാക്കി. അപ്പോൾ ഫാൻറ്റാസ്റ്റിക് ഫോർ എനിക്കിത് കോമിക് ആക്യുറേറ്റ് ആണോ അല്ലേ എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. ഇതിലവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് അവർ നെയിൽ ചെയ്ത കാര്യം ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഈ ഫാമിലി തമ്മിലുള്ള കെമിസ്ട്രിയും. ഇവർ ശരിക്കും നമുക്ക് ഫാമിലിയായിട്ട് തോന്നും. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണത്. എനിക്ക് അവർ ശരിക്കും ഫാമിലിയായിട്ട് തോന്നി. അവരുടെ സംസാരവും അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനും എല്ലാം ദർ ഈസ് എ വാംത്ത്. അവർ തമ്മിൽ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് ഭയങ്കര നല്ല കാര്യമാണ്. എനിക്ക് അവർ ആ ഷോ റീൽ കാണിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. 5 മിനിറ്റ് കൊണ്ട്
കാരണം ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒറിജിനൽ സ്റ്റോറിയാണ് എത്ര വളരെ താല്പര്യമുണ്ട്. ഇവർ ഈ ശൂന്യ ആകാശത്ത് പോയി അവർ 5 മിനിറ്റ് തീർത്ത് ഭയങ്കര നല്ല കാര്യമാണ്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും എല്ലാം ശരി. പിന്നെ ഓൾറെഡി പഴയ ഫാന്റാസ്റ്റിക് ഫോറിൽ കാണിച്ചിരുന്ന പല കാര്യങ്ങളും ഇതിൽ കാണിക്കേണ്ട കാര്യമില്ല. അതായത് ബെൻ ഗ്രിമിന് സ്റ്റോൺ പുള്ളി ഹാൻഡ്സം ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് സ്റ്റോൺ മാനായത് പുള്ളിക്ക് അത് ഇഷ്ടമായിരുന്നു. ഓക്കെ, ആ പുള്ളിക്ക് അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വിഷമം പുള്ളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിനുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങൾ, അതൊന്നും തിരിച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം. എനിക്കത് പേഴ്സണലി ഇഷ്ടമായി. കാരണം നമ്മൾ ഓൾറെഡി ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത കാര്യമാണ്. അത് ഡയറക്റ്റ് ഇതിലേക്ക് വരുവാണ്. പിന്നെ ഇവർ തമ്മിലുള്ള ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഇവർക്ക് കുട്ടിയാവാൻ പോകുന്നു. ആ ഒരു സെറ്റപ്പിലാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ ഇപ്പോഴും ഹ്യൂമൻ ടോർച്ചും നമ്മുടെ പുള്ളി തമ്മിലുള്ള ബെൻഗ്രിമും തമ്മിലുള്ള ഒരു ഡൈനാമിക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ പണ്ടത്തെ അത്രയും ഇല്ല. ക്രിസ് ഇവാൻസിൻ്റെ അത് കുറച്ചും കൂടി കൂടുതലായിരുന്നു. കോമിക്സ് ഇവർ എത്രമാത്രം ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇതും രസമാണ്. ഇവർ തമ്മിൽ ആ ഒരു ബാൻഡർ ഉണ്ട്. പക്ഷേ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലല്ല അത് ഉള്ളതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഒരു രണ്ട് ബ്രദേഴ്സ് തമ്മിൽ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വെനസ കെർബിയും സൂപ്പറായിരുന്നു. പുള്ളിക്കാരത്തിയാണ് ഈ സിനിമയുടെ മെയിൻ. അഭിനയത്തിനെ ഇറങ്ങുന്നത് പുള്ളിക്കാരത്തി ക്യാരക്ടറാണെങ്കിലും കുറച്ചും കൂടി ഡെപ്ത് പുള്ളിക്കാരത്തി ക്യാരക്ടറാണ്. പെഡ്രോ പാസ്കൽ ഭയങ്കര അടിപൊളിയാണ്. എനിക്കറിയാം പെഡ്രോ പാസ്കൽ എല്ലാ സിനിമയിലും ഉണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാ മാസവും പുള്ളിയുടെ സിനിമ ഇറങ്ങുന്നുണ്ട്. പുള്ളിയൊരു ധ്യാൻ ശ്രീനിവാസനെ പോലെയാണ്. പക്ഷേ പടക്കങ്ങളല്ല ഇറക്കാറേ ഉള്ളൂ. ഹോളിവുഡിൻ്റെ ധ്യാൻ ശ്രീനിവാസൻ. പക്ഷേ അങ്ങനെ വിളിക്കാൻ പാടില്ല. പുള്ളി നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ച് നല്ല രീതിയിൽ പടം സെലക്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ പുള്ളി ഈ സിനിമക്കകത്ത് അടിപൊളി, പുള്ളി ഭയങ്കര ആപ്റ്റായിരുന്നു സിനിമക്കകത്ത്. ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യൻ. പുള്ളിയുടെ പവേഴ്സ് ഒബ്വിയസ്ലി ഒരു പവറാണ് ഈ ഫാന്റാസ്റ്റിക്കിൻ്റെ സിനിമ. ഇലാസ്റ്റിക് മാനാണ് പുള്ളി. അത് സിനിമാറ്റിക്കലി ഭയങ്കര ബോറാണ് ആ പവർ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഭയങ്കര ബോറാണ്. ഇതിൽ ഏറ്റവും സിനിമാറ്റിക് ആയിട്ടുള്ള പവറുള്ളത് ഒബ്വിയസ്ലി നമ്മുടെ ഹ്യൂമൻ ടോർച്ചിനാണ്. പുള്ളി ഫയർ പവറാണ്. അത് സിനിമാറ്റിക്കലി കാണിക്കാനും നല്ല രസമാണ്. ഒബ്വിയസ്ലി ബെൻ ഗ്രീം ക്ലോബറിങ് പുള്ളിയും അടിപൊളിയാണ്. പുള്ളിൻ്റെ നല്ല അടിപൊളി കാണിക്കാൻ പറ്റും. സൂസ്റ്റോമിന് കാണിക്കാൻ പറ്റും. പക്ഷേ മിസ്റ്റർ ഫാന്റാസ്റ്റിക് നമ്മളെ ഇത് നീണ്ടു പോകുന്ന പവർ എത്ര കാണിച്ചാലും രസം കാണില്ല. ഒരു സിനിമാറ്റിക് അല്ല പവർ. പക്ഷേ പുള്ളിയുടെ മെയിൻ പവർ ബ്രെയിനാണ്. അത് അടിപൊളിയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും രസമുള്ള സിൽവർ സർഫർ കുറച്ചേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. ഒബ്വിയസ്ലി ഞാൻ വായിച്ച കോമിക്സ് സിൽവർ സർഫർ ഒരു മെയിലാണ്. ഇതിനകത്ത് ഫീമെയിൽ സിൽവർ സർഫറാണ്. ഒബ്വിയസ്ലി ഞാൻ കേട്ടിട്ടുണ്ട് ഫീമെയിൽ സിൽവർ സർഫറാണ്. ഒരു എന്താണ് പറയുക, ഒരു ജെൻഡർ ചേഞ്ച് ഒന്നല്ല. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് ഓക്കെ. പുള്ളിക്കാരത്തെ അടിപൊളിയാണ്. അത് ചെയ്യുന്ന ആക്ട്രസിനെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഞാൻ വേറെ സിനിമയിലെ കണ്ട് പുള്ളിക്കാരത്തെ രസമാണ്. പക്ഷേ പുള്ളിക്കാരത്ത് കുറച്ചേ ഉള്ളൂ. അങ്ങനെ സിൽവർ സർഫറിൻ്റെ ഭയങ്കര പവറൊന്നും അവർ കാണിക്കുന്നില്ല ആക്ച്വലി പറയുമ്പോൾ. കാരണം അത്രേ ഉള്ളൂ പുള്ളിക്കാരത്തി. പക്ഷേ ഇതിനകത്ത് ഗലാക്ടസിനെ കാണിച്ചാണല്ല അതിഭീകരമാണ്. പുള്ളിക്കാരത്തിന് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് പോലും സിനിമ ഉണ്ടല്ല. പക്ഷേ പുള്ളിക്കാരനെ കാണിക്കണ മുതൽ പുള്ളിക്കാരൻ അവിടെ ഉണ്ട് എന്നുള്ള ഫീൽ ഈ സിനിമയ്ക്ക് തരാൻ പറ്റി. ഹീസ് എ ഹ്യൂജ് ത്രെട്ട് എന്നുള്ള ഫീല് പുള്ളിക്കാരനെ കാണിക്കുന്നത് ഫീൽ ചെയ്യും. പിന്നെ അത്രയ്ക്ക് രസമാണ് പുള്ളിയുടെ സൗണ്ടും പുള്ളിയുടെ ആ ഒരു അപ്പിയറൻസും. പുള്ളിക്കാരൻ വരുമ്പോൾ ഐമാക്സിൻ്റെ ബേസ് റംബിൾ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അത് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടാനാണ് പുള്ളി അവിടെ ഉള്ളത്. നല്ല രസമുണ്ടായിരുന്നത്. പിന്നെ ഇതിലത്തെ ഒരു ഫസ്റ്റ് ഗലാക്ടസിനെ കാണിച്ചിട്ട് ചേസ് സീക്വൻസ് ഉണ്ട് അവിടെ ഒരു സീൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ആ ചേസ് സീക്വൻസ് ഭയങ്കര എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസിൽ ഒരെണ്ണമാണ്. പൊതുവെ ഐമാക്സിൽ ഞാൻ കണ്ട സൂപ്പർ ഹീറോ മൂവീസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സീക്വൻസ് ആണത്. പക്ഷേ അതിൽ നല്ല രീതിയിൽ മറ്റു ബ്ലാക്ക് ഹോളും അത് പോകുന്നതും VFX എല്ലാം അടിപൊളിയാണ്. ബട്ട് അത് കാരണം എനിക്ക് തോന്നിയത് ക്ലൈമാക്സിലെ എൻ്റെ സീക്വൻസിൻ്റെ ക്ലൈമാക്സ് സീക്വൻസ് ഇതിൻ്റെ അടുത്ത് പോലും എത്തിയില്ലാത്തതുകൊണ്ട് അതൊരു പോരായ്മയായിട്ട് അതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് സീക്വൻസ് ആക്ഷൻ സീക്വൻസ് പോരാന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഇവിടെ എല്ലാവരുടെ ആക്ടിങ് അടിപൊളിയാണ്. ഇതിൻ്റെ സെറ്റ് ഉണ്ടല്ലോ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. സെറ്റ്, ഇതിൻ്റെ കളറിങ്, ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ സിനിമോട്ടോഗ്രഫി കിഡിലെന്ന് വെച്ചാൽ കിഡിലാണ്. ഈ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് വന്നത് ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിലർ ഇറങ്ങിയപ്പോഴാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ എസ്തെറ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമയിൽ ഉടനീളം ഉണ്ട്. ഒരു 60s ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയി എങ്ങനെ ഇരിക്കുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാൻ. അടിപൊളിയായിരുന്നു. ഇതും സൂപ്പറാണ്. ഡയറക്ഷൻ സൂപ്പറാണ്. ഡയലോഗ്സ് കുറേ അടിപൊളിയാണ്. നല്ല ഡയലോഗ്സ് ഒക്കെ ഉണ്ട് സിനിമക്കകത്ത്. അപ്പോൾ ഇതെല്ലാം രസമാണ്. എനിക്ക് കുഴപ്പം ഈ സിനിമയിലുള്ള ക്ലൈമാക്സിലാണ്. ക്ലൈമാക്സിൽ ഈ ഗലാക്ടസ് ഇവരുടെ അടുത്തേക്ക് വരും. ഇതിനെപ്പറ്റി ഓൾറെഡി ഇനി സ്പോയിലേഴ്സാണ്. സ്പോയിലർ അതിന് കാണുന്നവർക്ക് കേൾക്കണ്ട. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗലാക്ടസിന് പുള്ളിയുടെ ഹങ്കർ ഉണ്ട്. ഗലാക്ടസിന് പവർ എന്ന് വെച്ചാൽ പുള്ളി പ്ലാനറ്റ്സിനെ ഡെവർ ചെയ്യും. അപ്പോൾ ഇവർക്ക് ജനിക്കുന്നത് കുട്ടി എന്തോ കോസ്മിക് പവർ എന്തോ ആണ്. എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഇവരുടെ ബേബി, ഫാന്റാസ്റ്റിക് ഫാമിലിയുടെ ബേബി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കോസ്മിക് എൻറ്റിറ്റിയാണ്. ആ പുള്ളിക്കാരൻ അത് വേണം. പ്ലാനറ്റ് എടുത്ത് ഡെവർ ചെയ്യാൻ പുള്ളിക്കാരൻ വേണം. അപ്പോൾ ഇതിനു വേണ്ടി
ഇവർ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കും. പുള്ളി വരുമ്പോൾ എടുത്തിനെ ഇവിടെ നിന്ന് എന്താണ് പറയുക വേറെ സ്ഥലത്തേക്ക് മാറ്റാനുള്ള സാധനം. ഒബ്വിയസ്ലി അതൊക്കെ ഓൾറെഡി സിനിമയിൽ ആദ്യം എസ്റ്റാബ്ലിഷ് ഉണ്ട്, പുള്ളി ഇത് കണ്ടുപിടിക്കാൻ നോക്കുന്നതൊക്കെ. സോ അത് സിനിമയിലേക്ക് വരുന്നതിനോട് എനിക്ക് വലിയ വിയോജിപ്പൊന്നുമില്ല. സിനിമയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയാം. ഓഫ് കോഴ്സ് ഇറ്റ്സ് എല്ലാം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അത് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ സിനിമയുടെ റിയാലിറ്റിക്ക് അത് ഓക്കെയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹത്തിന്, പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയില്ലെങ്കിലും ഇപ്പം ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ട് ചെറിയ വിജയിപ്പ് എനിക്കുണ്ട്. ഞാൻ അപ്പം ചിന്തിച്ചിരുന്നു, അതായത് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഗലാക്ടസിനെ ഒബ്വിയസ്ലി ഇവർക്ക് ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഹീസ് ദാറ്റ് മച്ച് പവർഫുൾ എന്ന് സിനിമയെ തന്നെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇവർക്ക് ഇയാളെ തൊടാൻ പോലും പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇയാളെ ഇവർക്ക് ഇവിടെ നിന്ന് വേറെ യൂണിവേഴ്സിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അതായത് എർത്ത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ആ മെഷീൻസ് തകർത്ത് കളയും. പക്ഷേ ഇവർ ഈ ഗലാക്ടസിനെ അങ്ങ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നോക്കും. ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഗലാക്ടസ് എന്ന് മനസ്സിലാവും, പുള്ളി ബേബിനെ പിടിക്കാൻ പോകും. ഇതുവരെ ഓക്കെയാണ് എനിക്ക്. ഇവരെല്ലാവരും കൂടി ഇയാൾ ഇടിച്ച് തോപ്പിച്ചിരുന്നെങ്കിൽ, എനിക്ക് ഇടിച്ച് തോപ്പിക്കല്ല, ഇയാളെ ആ ബ്ലാക്ക് ഹോളിലേക്ക് തള്ളിയിട്ടിരുന്നെങ്കിൽ ഐ വാസ് ഓക്കെ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സൂസ്റ്റോമിന് ഇയാളെ ഇത്രയും മതം തെറിപ്പിക്കാനുള്ള പവർ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് ഇയാളെ ആ ബ്ലാക്ക് ഹോളിലേക്ക് തള്ളിയിട്ടത് ഭയങ്കര ശോകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് യാതൊരു വിധത്തിലും എനിക്കൊരു ഭയങ്കര ഗംഭീരമായിട്ടും തോന്നിയിരുന്നില്ല. നേരെ മറിച്ച് പുള്ളിക്കാരത്തി ഈ പവർ മുഴുവൻ ഒബ്വിയസ്ലി അത് ചെയ്യുമ്പോൾ പുള്ളിക്കാരത്തി മരിച്ചു പോകും. ഓക്കെ, ഞാൻ സ്പോയിലറാണ്, അത് കഴിഞ്ഞ് ഒബ്വിയസ്ലി പവേഴ്സ് വെച്ച് തിരിച്ചു കിട്ടും. പക്ഷേ ഞാൻ പറയുവാണ്, ഇവർ ഒരിക്കലും ഇങ്ങനെ കാണിക്കാൻ പാടില്ല. അതായത് എൻ്റെ ആഗ്രഹം, ഇപ്പോൾ ഇവരിങ്ങനെ ചെയ്തു, ഈ പുള്ളിക്കാരത്തി പവർ വെച്ച് പുള്ളിങ്ങനെ തള്ളിക്കഴിഞ്ഞിട്ട് നമ്മുടെ ബെൻ ഗ്രിമ്മിന് എന്നെ നമ്മുടെ ഹ്യൂമൻ ടോർച്ച് ആകാശത്ത് നിന്ന് പറത്തിക്കൊണ്ടുവന്ന് പുള്ളിനെ നേരെ അറിഞ്ഞിട്ട് ബെൻ ഗ്രീം പുള്ളിനെ ക്ലോബർ ചെയ്ത്, പിന്നെ നമ്മുടെ ഹ്യൂമൻ ടോർച്ച് പുള്ളിനെ ഇടിച്ച് തെറിപ്പിച്ച് ആ പുള്ളി കുഴിയിലോട്ട് വീഴുമ്പോൾ ഫാന്റാസ്റ്റിക് വന്ന് ബേബിനെ രക്ഷിക്കുന്ന പോലെ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇവരെല്ലാവരും കൂടി ചേർന്ന് പുള്ളിനെ അവിടെ തള്ളിയിട്ടു, തോപ്പിച്ചില്ല തള്ളിയിട്ടു എന്നുള്ളത് വന്നേനെ. ഇത് പക്ഷേ പുള്ളിക്കാരത്തി മാത്രം പൊട്ടൊന്ന് അമ്മയാണ് ഈ പ്രപഞ്ചത്തിൽ ശക്തി എന്നും പറഞ്ഞ് എല്ലാം പുള്ളിക്കാരത്തി തന്നെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു. പക്ഷേ ഒബിയസ്ലി ആ സീക്വൻസിലേക്ക് ശ്രദ്ധിച്ചാൽ ബാക്കി 4 പേര് അതിന് ഇൻവോൾവ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഗലാക്ടസ് അതിൽ വീഴാതിരിക്കും, ഒരു ബിൽഡിങ്ങിൽ പിടിക്കുമ്പോൾ നമ്മുടെ ബെന്ന് വന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ഇടിച്ച് തെറിപ്പിക്കും. അപ്പോൾ പുള്ളിക്കാരെ പിടിക്കാൻ പറ്റില്ല, ഹ്യൂമൻ ടോർച്ച് പുള്ളിക്കാരെ ഫയർ ചെയ്യും. അതൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ക്ലൈമാക്സ് സൂസ്റ്റോമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അത്ര ഇഷ്ടമായുള്ള കാര്യമില്ല. ഈ സിനിമ ഈസ് നോട്ട് അബൌട്ട് സൂസ്റ്റോം, സിനിമ ഈസ് അബൌട്ട് ഫാന്റാസ്റ്റിക് ഫോർ. സോ ഫാന്റാസ്റ്റിക് ഫോർ മുഴുവനായും പുള്ളിയെ തോപ്പിക്കണതാണ് നല്ലത്. പിന്നെ ഒബ്വിയസ്ലി ഇതുകൊണ്ട് തീരില്ല, പുള്ളി തിരിച്ചു വരാൻ നോക്കുമ്പോൾ ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഹ്യൂമൻ ടോർച്ച് പറയും ഓക്കെ എനിക്ക് ഫ്രാങ്ക്ലിനോട് ഇഷ്ടം, അങ്കിളിന് ഏറ്റവും ഇഷ്ടം അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പുള്ളി, അതായത് അങ്കിൾസ് എപ്പോഴും നെഫ്യൂസിന് വേണ്ടി, അമ്മമാർ മാത്രമല്ല അങ്കിൾസ്, അതായത് എന്നെപ്പോലുള്ള അങ്കിൾസ് എപ്പോഴും നെഫ്യൂസിന് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞതിന് താങ്ക് യു ഡയറക്ടർ. പക്ഷേ പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റില്ല, പകരം സിൽവർ സർഫർ വന്ന് പുള്ളി ഇടിച്ച് തെറിപ്പിക്കും. ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ, സിൽവർ സർഫറിന് ഇത്ര പെട്ടെന്നൊരു ചേഞ്ച് വന്നിട്ട് ഗലാക്സിനെ ഇടിച്ച് തെറിപ്പിക്കാൻ തോന്നി എന്തിനാന്നുള്ളതും എനിക്ക് അത്ര കൺവിൻസിങ് ആയി തോന്നിയില്ല. ഒബ്വിയസ്ലി അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, സംഭവം എനിക്കത് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ആ ഒരു സീൻ കൊണ്ട് ഈ സിനിമ എനിക്ക് ഇഷ്ടമാകാതിരിക്കുന്നു. ഞാൻ ഈ സിനിമ രണ്ടാമതും കാണും. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ക്ലൈമാക്സ് എനിക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഇതിൽ പെർഫെക്റ്റ് മൂവി എന്നല്ല ഞാൻ പറഞ്ഞു, ഈ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്, കാരണം ഗലാക്ടസിനെ അത് പിടിക്കാനില്ല. ഇതിൽ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തണ്ടർ ബോൾസിനോട് ഭയങ്കര ഇതുണ്ട്. കാരണം തണ്ടർ ബോൾസിൽ വില്ലനെ ഇതുപോലെ തന്നെ കാണിക്കുന്നത്. ഒബ്വിയസ്ലി പുള്ളിക്ക് കോസ്മിക് ഗോഡ് ലെവൽ എൻഡൈറ്റി ഒന്നുമല്ല, പക്ഷെ പുള്ളിക്ക് അത്രയും പവർ ഉണ്ട്, ഉപയോഗിച്ച് പുള്ളിനെ തോപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അവരവരെ തോപ്പിച്ച രീതി, അല്ലെങ്കിൽ അവരാ തടസ്സം അവർ മറികടന്നത് കാണിച്ചത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. കാരണം പുള്ളിനെ ഒരിക്കലും അവർക്ക് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ തണ്ടർ ബോൾസിൽ പറ്റില്ലായിരുന്നു. സോ ദേ യൂസ് സംതിങ് എൽസ്, റൈറ്റ്? അത് എനിക്ക് ഓക്കെ ആയിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എല്ലാവരും സൂപ്പർ ഹീറോ മൂവി വരുമ്പോൾ ഇടി കാണാൻ എനിക്കിഷ്ടം. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഓക്കെയാണ്. ഓക്കെ, ഇത്രയും എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ സിനിമയുടെ എനിക്ക് ആ ഒരു ഭാഗം മാത്രം ഇഷ്ടമായില്ല, സത്യം പറഞ്ഞാൽ പേഴ്സണലി വർക്കായില്ല. കാരണം ഒബ്വിയസ്ലി ക്ലൈമാക്സ് സീക്വൻസിൽ, ഫൈറ്റ് സീക്വൻസിൽ, അല്ലെങ്കിൽ ആ ഒരു സെറ്റ് പീസ് ഒബ്വിയസ്ലി അതിന് മുമ്പ് നടന്നൊരു സെറ്റ് പീസിനേക്കാളും ബെറ്റർ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിവിടെ ഉണ്ടായില്ല എന്നുള്ളത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. ബട്ട് ദാറ്റ്സ് സപ്പോർട്ടിങ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ എന്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ എനിക്ക് സിനിമ ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി. അതായത് ഇതിന് മുമ്പ് ഞങ്ങളുടെ സൂപ്പർ ഹീറോ സിനിമ പോലെ 5 മിനിറ്റ് കൂടുമ്പോൾ ആൾക്കാരെ രക്ഷിച്ചിട്ടും കഥാപ്രസംഗം നടത്തിയിട്ടൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം സൂപ്പർ പവറുള്ള ആൾക്കാർ ഹ്യൂമൻസ് ആണെന്നുള്ളത് നമുക്ക് സിനിമയിലെ കഥയിലൂടെ നമുക്കത് ഫീൽ ചെയ്യണം എന്നുള്ളത്. അത് ഈ സിനിമ സക്സസ്ഫുള്ളി കാണിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
പിന്നെ മാർവൽ സിനിമകളിൽ സ്ഥിരമായി പണ്ടുണ്ടായിരുന്ന പോലെ നാഴികയ്ക്ക് 40 തൊട്ടം കോമഡി പറയുന്ന പരിപാടി ഇതിനകത്തില്ല. സീരിയസ് സമയത്ത് ഈ സിനിമ സീരിയസ് തന്നെയാണ്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും DC-യുടെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് അവിടെ ത്രെട്ട് ഫീൽ ചെയ്യില്ലാത്തൊരു സൂപ്പർ ഹീറോ എനിക്ക് ഒരിക്കലും സൂപ്പർ ഹീറോ സിനിമയല്ല. നമുക്ക് ത്രെട്ട് ഫീൽ ചെയ്യണം, അത് ഫീൽ ചെയ്യില്ല സൂപ്പർ ഹീറോ. ആ ഒരു കാര്യത്തിലും ഫാന്റാസ്റ്റിക് ഫോർ ഭയങ്കര സക്സസ്ഫുൾ ആണ്. ക്ലൈമാക്സിലെ കുറച്ച് പോരായ്മകൾ ഒഴിച്ച് എനിക്ക് സിനിമ ഇന്ത്യയിൽ വർക്കായതാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴ്ത്തു പറയാം. നിങ്ങൾ എവിടെയാണ് കണ്ടതെന്ന് പറയാം. നിങ്ങളുടെ 3D എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്കറിയാൻ താല്പര്യമുണ്ട്. പരമാവധി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് IMAX-ൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഒബിയസ്ലി നിങ്ങൾ പൂനെയിലുള്ള ആൾക്കാരാണെങ്കിൽ ഡോൾബി സിനിമയെ കാണാൻ ശ്രമിക്കുക. കാരണം ഡോൾബി സിനിമയിൽ ഇതിൻ്റെ 3D കിട്ടില്ലായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഐ വിൽ സീ യു ഓൺ നെക്സ്റ്റ് വൺ. ബൈ.